പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ 176 വചനമാണ് ഇന്ന് ബിഇദ്നില്ലാഹ് പഠിക്കുന്നത്. ഈ വചനത്തിൻ്റെ ആശയം ഇതിന് മുമ്പ് നമ്മൾ വിശദീകരിച്ച 175, 174 വചനങ്ങളോടെല്ലാം ആശയത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണിത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ذَلِكَ بِأَنَّ اللَّهَ نَزَّلَ الْكِتَابَ بِالْحَقِّ وَإِنَّ الَّذِينَ اخْتَلَفُوا فِي الْكِتَابِ لَفِي شِقَاقٍ بَعِيدٍ എന്ന്. ذَلِكَ അത് ഇസ്മുൽ ഇഷാറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഇഷാറത്ത് ചെയ്യുന്നത്, ചൂണ്ടുന്നത് ഇതിന് മുമ്പ് പറയപ്പെട്ട ചില ശിക്ഷാവിധികൾ അതിലേക്കാണ്. പണ്ഡിതന്മാർ പറയും, ഇസ്മുൽ ഇഷാറത്ത് ഇവിടെ വന്നത് ലിറബ്തിൽ കലാമി സാബിഖി അല്ലെങ്കിൽ ലിറബ്തിൽ കലാമി ലാഹിഖി ബിസാബിഖ്. ഇസ്മുൽ ഇഷാറയെ തുടർന്ന് വരുന്ന ലാഹിഖായ, അതിനെ ചേർന്ന് വരുന്നതിനെ സാബിഖിനോട്, അതിനു മുമ്പ് പറയപ്പെട്ടതിനോട് ബന്ധം വിളക്കാനാണ്. ലാഹിഖ് എന്താണ്? ഇതിനെ തുടർന്ന് പറഞ്ഞാൽ എന്താണ്? ذَلِكَ بِأَنَّ اللَّهَ نَزَّلَ الْكِتَابَ بِالْحَقِّ. ഇവിടെ ബ സബബിയ എന്ന് പറയും. കാരണം എന്നർത്ഥം തരാൻ. കാരണം അന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്സലൽ കിതാബ്, കിതാബിനെ അവതരിപ്പിച്ചു, ബിൽ ഹഖ്, ഹക്കുമായി. ഹക്കെന്ന് പറഞ്ഞാൽ സത്യം, ന്യായം, യാഥാർത്ഥ്യം, ഇങ്ങനെ തുടങ്ങി പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ്. ഇവിടെ ബാ ഉൽ മുലാബസ അല്ലെങ്കിൽ ബാ ഉൽ മുസാഹബ എന്ന് പറയും. സത്യത്തോടു കൂടി, സത്യവും കൊണ്ട്, സത്യവുമായി എന്നൊക്കെ അർത്ഥത്തിൽ ഈ ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദത്തെ അവതരിപ്പിച്ചു, സത്യപ്രകാരം, സത്യവുമായി, ന്യായവുമായി, യാഥാർത്ഥ്യവുമായി അയച്ചു. അത് മൂടി വെക്കാവതല്ല, പൂഴ്ത്താവതും തമസ്കരിക്കാവതുമല്ല. പിന്നെയോ അത് വ്യക്തമാക്കി കൊടുക്കുകയും വാക്കാലും പ്രവൃത്തിയാലും, ലിസാനുൽ ഹാൽ, ലിസാനുൽ മഖാൽ, അത് പരസ്യപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ എന്താ ഉണ്ടായത്? പരസ്യപ്പെടുത്തുന്നതിന് പകരം പൂഴ്ത്തുകയും തമസ്കരിക്കുകയാണ് ഉണ്ടായത്. ഹക്ക് കൊണ്ട് അള്ളാഹു കിതാബിനെ അവതരിപ്പിച്ചു. അത് കാരണത്താലാണ് ദാലിക്. എന്താ ദാലിക്? ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ശിക്ഷാവിധികൾ എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഈ ശിക്ഷക്കർഹരാകുന്നവർ, അവർ വഴികേട് കൊയ്തു, അവർ അദാബ്, ശിക്ഷ ഏറ്റു, നരകത്തിൽ അവർ കിടന്നെരിയുന്നു എന്നുള്ള വിഷയങ്ങളാണ്. അവരുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധികൾ വേറെയും ഇതിനു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. എന്താ? ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹ് യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇതൊക്കെ ഇത്തരക്കാർക്കുള്ള ശിക്ഷകളാണ്, അപകട അറിയിപ്പുകളാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക എന്ന് പറയുമ്പോൾ ഇപ്പറയപ്പെട്ട ശിക്ഷകളൊക്കെ അത് ബി അന്നല്ലാഹ നസ്സലൽ കിതാബ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിനെ ഹക്കുമായിട്ടാണ് അവതരിപ്പിച്ചത്. കിതാബിൽ ഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. പക്ഷേ ഈ വിഭാഗം ആളുകൾ അല്ലാഹു അവതരിപ്പിച്ച ഹക്കിനെ തുച്ഛമായ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട് മറച്ചു പിടിച്ചു, പൂഴ്ത്തി വെച്ചു. അത് കാരണത്താലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. നസ്സലൽ കിതാബ് എന്ന് പറഞ്ഞിടത്ത് ഈ കിതാബ്, ചിലർ പറഞ്ഞു എല്ലാ കിതാബുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വേദങ്ങളെയും അവതരിപ്പിച്ചത്, അത് സബൂറാകട്ടെ, തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, അൽ ഖുർആൻ ആകട്ടെ, എല്ലാ കിതാബിനെയും അല്ലാഹു അവതരിപ്പിച്ചത് ബിൽ ഹഖ്, ന്യായങ്ങൾ കൊണ്ട്, സത്യങ്ങൾ കൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ചിലർ പറഞ്ഞത് ഈ ആയത്തിൻ്റെ
ഈ പരിപ്രേക്ഷ്യത്തിൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ തൗറാത്താണ്. ചിലർ തൗറാത്തും ഇഞ്ചീലും ബി അൻ അല്ലാഹ നസ്സല അൽ കിതാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിനെ അവതരിപ്പിച്ചു. വിശിഷ്യ തൗറാത്ത്, വിശുദ്ധ മദീനയിലെ വേദ പുരോഹിതന്മാർ തൗറാത്തിൽ പലതും മറച്ചു പിടിച്ചു, വ്യക്തമാക്കേണ്ടത് വ്യക്തമാക്കിയില്ല. അതാണല്ലോ ഇവിടെ അവതരണ പശ്ചാത്തലം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിനെ നസ്സല അൽ കിതാബ് എന്ന് പറഞ്ഞാൽ, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ അലിഫ്ലാം അഹദിന് തൗറാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു ബിൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ അതിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങളുണ്ട്, അതേപോലെ വിധികൾ പലതുമുണ്ട്, തിരുനിയോഗത്തെക്കുറിച്ചുള്ള സുവിശേഷമുണ്ട്. ഈ ഹക്കുമായിട്ടാണ് അള്ളാഹു തൗറാത്തിനെ ഇറക്കിയത്. പക്ഷേ അതിനെ വ്യക്തമാക്കേണ്ടതിന് പകരം അതിനെ മൂടി മറച്ചു. അത് കാരണത്താലാണ് ദാലിക്, ഈ ഉപരിയിൽ പറയപ്പെട്ട ശിക്ഷകൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഒരു ഗൗരവപ്പെട്ട വിഷയമാണ്. അതിൽ ശക്തമായ ഒരു താക്കീത് മുന്നറിയിപ്പും ഏവർക്കുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ് ലഫീ ശിഖാഖിൻ ബഈദ് എന്നാണ്. ഇവിടെ വ ഇന്ന തീർച്ചയായും, അല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ്, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ തൗറാത്താകാം, അല്ലെങ്കിൽ ഹക്ക് പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദങ്ങൾ, എല്ലാ വേദങ്ങളും ആകാം. കിതാബിൽ ഇഖ്തലഫു എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു, അഭിപ്രായ വ്യത്യാസത്തിലായി. ഇഖ്തലഫ ഫി തരീഖ് എന്ന് പറയും. എന്താ, ഒരാൾ ഒരു വഴിയിലൂടെ വന്നു, മറ്റൊരു വ്യക്തി വേറൊരു വഴിയിലൂടെ വന്നു, ഇങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ വന്നിട്ടുണ്ട് എങ്കിൽ അത്തരക്കാരെ കുറിച്ച് പറയൽ ഇഖ്തലഫു ഫി തരീഖ് എന്നാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രയോഗം. പിന്നെ അത് ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും വിഷയങ്ങളുടെയും വിഷയത്തിൽ പ്രയോഗിക്കപ്പെട്ടു. ഇഖ്തലഫു ഫിൽ മസായിൽ, ഇഖ്തലഫു ഫിൽ അഖീദ, ആദർശത്തിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായി, മസലയിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായി എന്ന് പറഞ്ഞെങ്കിൽ വ്യത്യസ്ത വീക്ഷണമുള്ളവരായി, അഭിപ്രായ വ്യത്യാസമുള്ളവരായി എന്നർത്ഥത്തിൽ. ഏതായാലും ഹക്ക് പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബ് അവതരിപ്പിച്ചു. അത് വിഫാഖിന് ഐക്യപ്പെടാനുള്ള ഒരു വിഷയമാണ്. പക്ഷേ സംഭവിച്ചതെന്താ? അനൈക്യത്തിലാവുക, അഭിപ്രായ വ്യത്യാസത്തിലാവുക എന്നുള്ളതാണ് ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലാണ് പറയുന്നത്, വ ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ്, കിതാബിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ ലഫീ ശിഖാഖിൻ ബഈദ്. ഇവിടെ ഈ ലാം, അതിന് ലാമുൽ മുസഹലിഖ എന്ന് പറയും. തീർച്ചയായും എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ തന്നെയാണ് അത് വരിക. ഇന്ന എന്ന തൗക്കീദിൻ്റെ ബലപ്പെടുത്താനുള്ള അദാത്തിൻ്റെ ഖബറിൽ അത് വരും. അത് വന്നത് കാരണത്താലാണ് ഇവിടെ ഇന്ന എന്ന വായന അത് വന്നത്. അതില്ലെങ്കിൽ വ അന്നല്ലദീന എന്നാണ് വായിക്കുക. ഇതുപോലെ ബി അന്നല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ വ അന്നല്ലദീന എന്ന വായിക്കുക. പക്ഷേ ഇവിടെ ലാമുൽ മുസാഹ്ലിഖത്ത് ഖബറിൽ വന്നപ്പോൾ ഇന്ന എന്ന വായന വ്യാകരണ പ്രകാരമുള്ള ഒരു മസാലയാണത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ്, കിതാബിൽ ഇഖ്തിലാഫിലായവർ, കിതാബിൻ്റെ വിഷയത്തിൽ ഇഖ്തിലാഫിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ ലഫീ ശിഖാഖിൻ ബഈദ്, അവർ ഫീ ഷിഖാഖിൻ ഷിഖാഖിലാകുന്നു, തീർച്ച. എങ്ങനെയുള്ള ഷിഖാഖ്? ബഈദിൻ, ബഈദായ. എന്താ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഈ ഷിഖാഖ് എന്നുള്ള പദം നമുക്ക് ഇതിനു മുമ്പ് ഒരായത്തിൽ വന്നിട്ടുണ്ട്. ഷിഖാഖ് വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ടത്. പല അർത്ഥത്തിന് പ്രയോഗിക്കും ഷിഖാഖ്. പിളർപ്പ്, അതേപോലെ തന്നെ ഭിന്നിപ്പ്, അതേപോലെ തന്നെ ശത്രുത, വിരോധം, അതേപോലെ തന്നെ വിഘടനം, അതേപോലെ തന്നെ കുഴപ്പം, ഫസാദ്, ഇങ്ങനെ പല അർത്ഥത്തിൽ വരുന്ന ഒരു പദമാണ് ഷിഖാഖ്. നമ്മൾ മുമ്പത് പഠിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല ലഫീ ഷിഖാഖിൻ ബഈദ് എന്ന് കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവരുടെ വിഷയത്തിൽ പറയുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്
ഒന്നുകൂടി അനുസ്മരിക്കുന്നത്. ഈ പിളർപ്പ്, അതേപോലെ തന്നെ ഗർത്തം, കുഴി എന്നൊക്കെ അർത്ഥത്തിൽ വരും ഷിഖാഖ്. കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ അവർ ലഫി ഷിഖാഖിൻ, അവർ ആഴത്തിൽ അഗാധമായി, അവർ ഗർത്തങ്ങളിൽ, അപകട കുഴികളിൽ അകപ്പെട്ടവരാണെന്നാണ്. ബഈദിൻ എന്ന് അതിന് വിശേഷണം വന്നു. പണ്ഡിതന്മാർ പറയുന്നത് ബഈദിൻ അനിൽ ഹഖ്, സത്യത്തിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന്, ന്യായത്തിൽ നിന്ന് ബഹുദൂരം അകലെ അഗാധ ഗർത്തത്തിൽ അവർ ആപതിച്ചവരാകുന്നു എന്നാണ്. ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഖബറൊരുക്കിയതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില പ്രയോഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ വിഷയത്തിൽ പറയാണ് വഖ്തലഫു ഫിൽ ലഹദി വശഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഹദായി ഖബറൊരുക്കണോ ഷക്കായി ഖബറൊരുക്കണോ? ലഹദ് എന്ന് പറഞ്ഞെങ്കിൽ വലിയൊരു കുഴി വെട്ടിയിട്ട് സൈഡിലേക്ക് തുറന്നുകൊണ്ടുള്ള ഖബർ. ഷക്ക് എന്ന് പറഞ്ഞെങ്കിൽ വലിയ കുഴി വെട്ടിയിട്ട് നടുഭാഗം വീണ്ടും പിന്നെ രണ്ടാം ഖബർ കുഴിച്ചുകൊണ്ടുള്ള ഖബർ. അതിലെ പ്രയോഗങ്ങളിൽ കാണാം ഫർസലു ഇല ഷക്കാഖി വല്ലാഹിദി എന്നാണ്. ഷക്കാഖിലേക്കും ലാഹിദിലേക്കും ആളയച്ചു എന്നാണ്. ഷക്കാഖ് എന്ന് പറഞ്ഞാൽ ഷക്കായിട്ട് ഖബർ കുഴിക്കുന്ന ആൾ, ലാഹിദ് എന്ന് പറഞ്ഞെങ്കിൽ ലഹദായിട്ട് ഖബർ കുഴിക്കുന്ന ആൾ. ഫജാ അൽ ലാഹിദു ഫലഹദ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ദുഫിൻ എന്നാണ് മഹദി പറയുന്നത്. ആദ്യം വന്നത് ലാഹിദാണ്, ലഹദായിട്ട് ഖബർ കുഴിക്കുന്ന ആളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ലഹദായിട്ട് ഖബറൊരുക്കി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മറമാടപ്പെട്ടു എന്നാണ് മഹദി പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞത് ഈ ഷക്കാഖ് എന്ന പ്രയോഗം, ഷക്ക് എന്ന പ്രയോഗം ഇതറിയിക്കുന്നത് പിന്നെ ഈ ഒരു കുഴി, പിളർപ്പ്, ഈ ഒരു ആശയത്തെയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു ഹക്കായിട്ട് അവതരിപ്പിച്ച കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ അവർ പടുകുഴിയിലാണ്, അവർ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്ന് അവർ നാശഗർത്തത്തിലാണ് എന്നാണ് ഇവിടെ അർത്ഥം. ഈ ഒരു അർത്ഥപ്രകാരം ഷക്കിന് വേറെയും അഭിപ്രായം നമ്മൾ പറഞ്ഞല്ലോ. വിഘടനം, അതേപോലെ തന്നെ ഭിന്നത, അനൈക്യം, ഛിദ്രത. ഇങ്ങനെ ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ച ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ നിവേദനം ചെയ്യുന്ന ഒരു ദുആയാണ്. അനസ് പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ ദുആഇഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ദുആയിൽ ചൊല്ലുമായിരുന്നു. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹരിമി വൽ ഖസ്വ വൽ ഗഫ്ലതി വൽ ഐല വദ്ദില്ലതി വൽ മസ്കന وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء وأعوذ بك من الصمم والبكم والجنون والجذام والبرص وسيء الأسقام. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമായിരുന്നു എന്നാണ്. ഇതിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ് വൽ കസൽ, അല്ലാഹുവേ അശക്തത, അലസത, അതിൽ നിന്ന് ഞാൻ നിന്നെ നല്ല അഭയം തേടുന്നു. അതേപോലെ വൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വം, അതേപോലെ തന്നെ പിശുക്ക്, അതിൽ നിന്ന് അഭയം തേടുന്നു. വൽ ഹരിമി വൽ ഖസ്വ, ഹരിമി എന്ന് പറഞ്ഞെങ്കിൽ വാർദ്ധക്യം കൊണ്ട് വിവശമാകുന്ന അവസ്ഥ. ഖസ്വത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഹൃദയം കഠിനമായി കടുത്തു പോകുന്ന അവസ്ഥ. വൽ ഗഫ്ല, അശ്രദ്ധമാകുന്ന അവസ്ഥ. വൽ ഐല, ദാരിദ്ര്യത്തിൽ പതിതമാകുന്ന അവസ്ഥ. വദ്ദില്ല, നിന്യമാകുന്നത്. അതേപോലെ തന്നെ വൽ മസ്കന, അതും നിന്യമായി പതിതമാകുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷ തേടുകയാണ്. വ അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫർ, അതാണ് ദാരിദ്ര്യം, കുഫർ, അതിൽ നിന്നും. വൽ ഫുസൂഖി വ ഷിഖാഖ്, നെറികേടുകൾ. അതേപോലെ തന്നെ ഷിഖാഖ്, അതാണ് നമ്മുടെ വിഷയം, ഛിദ്രത, അനൈക്യം, അതിൽ നിന്ന് രക്ഷ തേടുകയാണ്. വൻ നിഫാഖ്, കാപട്യം. അതേപോലെ വസ്സുമ വരിയ, സുമ എന്ന് പറഞ്ഞാൽ കേളി, പ്രശസ്തിക്ക് വേണ്ടി, അതേപോലെ തന്നെ ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ നിന്നൊക്കെ രക്ഷ തേടുകയാണ്. വ അഊദു ബിക മിനസ് സമം
വൽബക്കം വൽ ജുനൂൻ, ബധിരത, അതേപോലെ തന്നെ മൂകത, സംസാരശേഷിയില്ലായ്മ, വൽ ജുനൂൻ ഭ്രാന്ത്, വൽ ജുദാം കുഷ്ഠം, വൽ ബറസ് വെള്ളപ്പാണ്ട്, വസയ്യിൽ അസ്കാം മോശമായിട്ടുള്ള ഇതര രോഗങ്ങൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഅൂദുബില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടി തേടുമായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ ദുആ കൊണ്ടുവന്നത് ഇവിടെ ഈ അശ്ശിഖാഖ് എന്നത് ഇതാണ് നമ്മുടെ വിഷയം. അഭിപ്രായ ഭിന്നത, അനൈക്യം, വിഘടനം, അതൊരു വലിയ മുസീബത്തല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വ ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ്, കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നവർ തീർച്ചയായും ലഫി ഷിഖാഖിൻ ബഈദ്, സത്യത്തിൽ നിന്നേറെ ബഹുദൂരം അവർ ഭിന്നതയിലും ഛിദ്രതയിലും ആകുന്നു എന്നുള്ളതാണ്. അതേപോലെ ഷിഖാഖ് വിരോധം. സൂറത്ത് ഹൂദിൽ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനത മദിയൻ ഗോത്രക്കാരോട് പറയുന്നില്ലേ, യാ ഖൗമി ലാ യജ്രിമന്നകും ഷിഖാഖി, എന്നോടുള്ള ശത്രുത നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നോടുള്ള ശത്രുത, വിരോധം, അവിടെ ഷിഖാഖ് വിരോധം. അപ്പോൾ അർത്ഥപ്രകാരം കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ അവർ ലഫി ഷിഖാഖ് വിരോധത്തിൽ ശത്രുതയിൽ ആകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ ഈ ഷിഖാഖിൻ്റെ അർത്ഥത്തിൽ ഇപ്പോൾ വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനിഹിമ ഫബ്അസു ഹകമൻ മിൻ അഹ്ലിഹ വ ഹകമൻ മിൻ അഹ്ലിഹി എന്ന് പറയുന്നുണ്ടല്ലോ. ദമ്പതികൾക്കിടയിൽ ഷിഖാഖ് നിങ്ങൾ ഭയന്നാൽ, അവിടെ ഫസാദ് കുഴപ്പം, അതേപോലെ തന്നെ പിണക്കം എന്നൊക്കെ അർത്ഥത്തിൽ. ഏതായാലും ഈ ഒരു പദം ഷിഖാഖ് അത് പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് കാരണത്താൽ കിതാബിൽ അഭിപ്രായ വ്യത്യാസത്തിലായവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹുക്കും വിധി എന്ത് എന്നുള്ളത് ഇതേപോലെ പണ്ഡിതന്മാർ പലത് വിശദീകരിച്ച് നമുക്ക് തഫ്സീറുകളിൽ വായിക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പലപ്പോഴായി വന്ന ഒരു പ്രയോഗമാണിത്, ഈ ഷിഖാഖ് എന്നുള്ളത്. വ ഇന്ന ളാലിമീന ലഫീ ഷിഖാഖിൻ ബഈദ് എന്ന് സൂറത്ത് ഹജ്ജിൽ വന്നിട്ടുണ്ട് ഇതേപോലെ. എന്തായാലും ഇവിടെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിനെ അവതരിപ്പിച്ചത് ഹക്ക് പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ ഐക്യം ഉണ്ടാവുകയും ഹക്കിനെ വ്യക്തമാക്കുകയും പരസ്യപ്പെടുത്തുകയുമാണ് വേണ്ടത്, പൂഴ്ത്തുകയല്ല. പക്ഷേ കിതാബിൻ്റെ വിഷയത്തിൽ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായി. ചിലർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പ്രകാരം അവതരിപ്പിച്ച കിതാബ്, ആ കിതാബ് അതിനെ വിശ്വസിക്കുന്ന വിഷയത്തിൽ, സത്യപ്പെടുത്തുകയും സമ്മതിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ചിലർ വിശ്വസിച്ചു, ചിലർ അവിശ്വസിച്ചു. മറ്റു ചിലർ കിതാബിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായത് കിതാബിൽ പറയപ്പെട്ട ചിലത് അവർ സമ്മതിച്ചു, സത്യപ്പെടുത്തി. മറ്റു ചിലതിനെ അവർ സമ്മതിച്ചില്ല, തമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തൗറാത്തിൽ ചെയ്തതുപോലെ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇനിയും ചിലർ എന്താ ചെയ്തത്, കിതാബിൻ്റെ വിഷയത്തിലായി അവർ അഭിപ്രായ വ്യത്യാസത്തിലായി. എങ്ങനെ? കിതാബിനെ വിശദീകരിക്കുന്ന വിഷയത്തിൽ, കിതാബിനെ പറഞ്ഞു കൊടുക്കുന്ന പകരുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുറാദ് പ്രകാരം, ഉദ്ദേശപ്രകാരമാണ് കിതാബിനെ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ചിലരെന്ത് ചെയ്തു, തങ്ങളുടെ ജഡികച്ചകൾക്കും തങ്ങളുടെ സ്വാർത്ഥതകൾക്കും വേണ്ടി കിതാബിനെ ദുർവ്യാഖ്യാനിച്ചു. അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമല്ലാതെ അതിനെ വ്യാഖ്യാനിച്ചും അതിനെ കൂട്ടിമാട്ടി ഒക്കെ വർത്തിക്കുന്ന അവസ്ഥ വന്നു. ഇവിടെ ഇതൊക്കെ ഉദ്ദേശമാണ്. വ ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ്, കിതാബിൻ്റെ വിഷയത്തിൽ ഇഖ്തിലാഫിലായവർ ലഫി ഷിഖാഖിൻ ബഈദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുകയാണ്. അവർ ന്യായത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന്, വസ്തുതയിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. അവർ അപകട കുഴിയിലാണ്, അനൈക്യത്തിലാണ്, വിഘടനത്തിലും ശത്രുതയിലും ആണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് തീർച്ചപ്പെടുത്തി പറയുന്നത്. വ ഇന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്ന പ്രയോഗിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഫീ ലാമുൽ മുസഹ്ലിക അത് പ്രയോഗിച്ചു. അവർ ഷിഖാഖിൽ തന്നെ എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി. ഇവിടെ ബഈദിൻ എന്ന് പറഞ്ഞാൽ ബഈദിൻ അനിൽ ഹഖ് എന്ന് പറഞ്ഞു. ഓരോരുത്തരും എത്ര സത്യത്തിൽ നിന്ന്, ഹക്കിൽ നിന്ന് വിദൂരമായി, അത് ഓരോരുത്തരുടെയും അഭിപ്രായ വ്യത്യാസം എത്രയാണോ അതിനനുസരിച്ച്. ചിലർ ബഹുദൂരം, ചിലർ തങ്ങളുടെ വിയോജിപ്പിനനുസരിച്ച് അവർ
വ്യത്യാസത്തിലായി എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ ഒരു സുപ്രധാന മസ്അല നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ആയത്തിൽ നമ്മൾ ഇഖ്തലഫു എന്ന് പറഞ്ഞല്ലേ, അവർ ഇഖ്തിലാഫിലായി എന്ന് പറഞ്ഞു. ഇഖ്തിലാഫിലായവരെ കുറിച്ച് പറഞ്ഞ വിധി ലഫീ ഷിഖാഖിൻ ബഈദ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ചിലർ പറയും അൽ ഇഖ്തിലാഫു റഹ്മ, ഇന്നൽ ഇഖ്തിലാഫ റഹ്മത്തുൻ. ഇതാണ് ഇന്നൽ ഇഖ്തിലാഫ് റഹ്മത്തുൻ. ഇഖ്തിലാഫ് അത് കാരുണ്യമാണ്, റഹ്മത്താണ്. ഈ പ്രയോഗം അതൊരിക്കലും ശരിയല്ല, സൂക്ഷ്മവുമല്ല. ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാവുക, ഭിന്ന ചേരിയിൽ കഴിയുക എന്നുള്ളത് ഒരിക്കലും റഹ്മത്തല്ല. കാരണം ഇഖ്തിലാഫിലാകൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലഫീ ഷിഖാഖിൻ ബഈദ് എന്നാണ്. ഈ മസലയിൽ ചിലർ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തൊരു പ്രയോഗം പറയാറുണ്ട്, ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ. എൻ്റെ ഉമ്മത്തിൻ്റെ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം, അത് കാരുണ്യമാണ്, റഹ്മത്താണ് എന്ന്. അതൊരു ഹദീസായി സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു അദ്ദഈഫയിൽ പറയുന്നുണ്ട്, വലഖദ് ജഹദൽ മുഹദ്ദിസൂൻ ഫി അൻ യഖിഫു ലഹു അലാ സനദിൻ. ഈ ഒരു വാക്കിന്, അതായത് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ എന്ന വാക്കിന് ഒരു നിവേദന ശൃംഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു സനദ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹദീസ് പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഫലം യുവഫഖഹു, അങ്ങനെ ഒരു സനദ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമായി ആരോപിക്കപ്പെട്ടതാണ് ഹദീസ് എന്ന നിലക്ക്, ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ എന്നുള്ളത്. അങ്ങനെ ഒരു ഹദീസ് ഇല്ല. പക്ഷേ പലരും ഇത് പറയാറുണ്ട്, ഇന്നൽ ഇഖ്തിലാഫ് റഹ്മ, ഇഖ്തിലാഫ് റഹ്മത്താണെന്ന്. അത് അത്യന്തം അപകടകരമായ ഒരു പ്രയോഗമാണ്. ഇപ്പോൾ ഒരു ഗവേഷണപ്പെടുവായ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വിധികർത്താവ് ഖാദി ഒരു മസ്അലയിൽ ഇദാ ഹകമൽ ഹാക്കിമു ഫജ്തഹദ ഫഅസാബ ഫലഹു അജ്റാൻ, ഗവേഷണം നടത്തി ആ ഗവേഷണത്തിൽ അയാൾക്ക് ശരി ഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 കൂലി, വൈൻ അഖ്താ ഫലഹു അജ്ർ, അതല്ല തെറ്റാണ് ഭവിച്ചത് എങ്കിൽ അയാൾക്ക് 1 കൂലി എന്ന് ഹദീസിൽ കാണാം. അവിടെ ഒരു ഖാദി അല്ലെങ്കിൽ ഒരു മുഫ്തി, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ ഒരു മസ്അലയിൽ ഗവേഷണം നടത്തിയിട്ട് വരുന്ന വീക്ഷണ വ്യത്യാസമാണ്. ഗവേഷണം നടത്തിയാൽ ശരി ഭവിക്കും, തെറ്റും ഭവിച്ചേക്കാം, ആ ഒരു മസ്അലയാണ്. അങ്ങനെയാണ് എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം അത് റഹ്മത്താണ്. പക്ഷേ ഇന്നൽ ഇഖ്തിലാഫ് റഹ്മത്തുൻ എന്ന് പറയുന്നവരും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ എന്ന് പറയുന്നവരും ഈ ഒരു വിഷയമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ആളുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ദീനീ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് റഹ്മത്താണ് എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ കാണാം, വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മൻ റഹിമ റബ്ബുക്. ആളുകൾ മുഖ്തലിഫീൻ, ഇഖ്തിലാഫിലായിക്കൊണ്ടേയിരിക്കും, നിൻ്റെ റബ്ബ് റഹ്മത്ത് കനിഞ്ഞവരൊഴികെ എന്നാണ്. അപ്പോൾ റഹ്മത്ത് കനിയപ്പെട്ടവർ ഒരിക്കലും ഇഖ്തിലാഫിലാകില്ല എന്നുള്ളതല്ലേ അതിൻ്റെ തേട്ടം. ഇവിടെ ഞാൻ ഈ ഒരു വിഷയം ഉണർത്തിയത്, ഈ ആയത്ത് നമ്മളോട് പറയുന്നത് ഒരിക്കലും ഇഖ്തിലാഫ് എന്തല്ല, അത് നല്ലതല്ല, അത് അപകടമാണ് എന്നുള്ളതാണ്. അത് ലഫീ ഷിഖാഖിൻ ബഈദ് എന്ന ഈ വിധിയിൽ നിന്ന് നമ്മൾ പ്രത്യേകം വായിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തിൻ എന്നൊരു ഹദീസ് സനദോടുകൂടി വന്നിട്ടേയില്ല. പിന്നെ വന്നത് എന്താ? വന്നത് അൽ ഖിലാഫു ഷർറുൻ എന്നാണ്. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചതാണ്. എന്താ വിഷയം? അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ അന്ന് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഉസ്മാനോടൊപ്പം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൽ ജമീഅ് ഹജ്ജിലാണ്. അപ്പോൾ നമുക്കറിയാം, മിനയിലെ നിസ്കാരങ്ങളൊക്കെ 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കിയാണ് നിസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് നിസ്കരിച്ചത്. ഹജ്ജിനെത്തുന്നവർ 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കിയാണ് നിസ്കരിക്കേണ്ടത് ഹജ്ജിൻ്റെ നാളുകളിൽ. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 4 റക്അത്ത് നിസ്കരിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, കുടുംബം ഒക്കെ മക്കയിലുണ്ടായിരുന്നു എന്നൊക്കെ കാരണത്താൽ. ഏതായാലും 4 റക്അത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിൽ ആശ്ചര്യം കൂറി ഇസ്തിർജാ നടത്തി. എന്നിട്ട് പറഞ്ഞു, നഫ്രാസൽ മതങ്ങളുടെ കൂടെ ഞാൻ നിസ്കരിച്ചു. മിനയിൽ 2 റക്അത്താണ് നിസ്കാരം നടന്നത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു, അദ്ദേഹം 2 റക്അത്താണ് നിസ്കരിച്ചത്. ഉമറിനോടൊപ്പം ഞാൻ മിനയിൽ നിസ്കരിച്ചിട്ടുണ്ട്, 2 റക്അത്താണ് നിസ്കരിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഫലവദിത്തു അന്നലി മിൻ അർബഇ റക്അതൈനി മുതഖബ്ബലതൈനി എന്ന്. ഈ 4 റക്അത്തിന് പകരം സ്വീകരിക്കപ്പെടുന്ന 2 റക്അത്ത് അത് എനിക്ക് മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. 2 റക്അത്ത് അതാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പിന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇസ്തിർജഅത സുമ്മ സല്ലൈത അർബഅൻ, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ ചൊല്ലിയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചോ? അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, അൽ ഖിലാഫു ഷർറുൻ, ഖിലാഫ് അത് ഷർറാണ്, അപകടമാണ്, വിനയാണ് എന്ന്. ഖലീഫ ഉസ്മാൻ ഒരു തട്ടിൽ, അനുയായി ഇബ്നു മസ്ഊദ് മറ്റൊരു തട്ടിൽ, അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറേ ആളുകൾ, ഉസ്മാൻ്റെ പിന്നിൽ കുറേ ആളുകൾ. ഈ ഒരു മസ്അലയിൽ ഖിലാഫ്, 2 ചേരി, അഭിപ്രായ വ്യത്യാസം, അത് റഹ്മത്തല്ല, പിന്നെയോ അത് ഷർറാണ്. അതുകൊണ്ടാണ് ഈ ഒരു കർമ്മശാസ്ത്ര മസ്അലയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ അമീറുൽ മുഅ്മിനീനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ വീക്ഷണത്തോട് അവിടെ യോജിക്കുകയുണ്ടായത് എന്നുള്ളതാണ് ചരിത്രം. അവിടെ അൽ ഖിലാഫു ഷർ എന്നാണ്, അല്ലാതെ അൽ ഖിലാഫു റഹ്മത്ത് എന്നല്ല. ഞാനിവിടെ ഈ ഒരു ചരിത്രവും ഉദാഹരണവും കൊണ്ടുവന്നത്, ഈ ഒരു വചനം നമ്മളോട് പറയുന്ന വിഷയം എന്താണ്? അഭിപ്രായ വ്യത്യാസം, അനൈക്യം, ഇതൊരിക്കലും ആരോഗ്യകരമല്ല, അത് അപകടമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്, നമ്മളെ അറിയിക്കുന്നത്. ഈ ഒരു വചനം നമ്മൾ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഗൗരവപ്പെട്ട മറ്റൊരു മസ്അല, ഹക്ക് വ്യക്തമായതിൽ പിന്നെ ആ ഹക്കിനെ പറയണം, പ്രചരിപ്പിക്കണം. അത് ജീവിതത്തിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ ജിഹ്വയാലും, വാക്കുകൊണ്ട് പറഞ്ഞും തൂലിക കൊണ്ട് എഴുതിയും അതേപോലെ ജീവിതത്തിൽ തെളിയിച്ചും സത്യം പകരേണ്ട, പടർത്തേണ്ട ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഈ വചനങ്ങളൊക്കെ അറിയിക്കുന്നത്. ഈ വചനങ്ങൾ, വിശുദ്ധ വചനങ്ങൾ, അത് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ എത്ര സ്വാധീനിച്ചിരിക്കുന്നു എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞാനിത് ഉണർത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് 177 വചനമാണ്. അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതാണ്. ഇതിനോട് ആശയത്തിൽ ചില പൊരുത്തങ്ങൾ ആ വചനങ്ങൾക്കുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രസ്തുത വചനം തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.